എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ നമ്മുടെ സത്സംഗം ആരംഭിക്കുകയാണ്. എല്ലാ ദിവസത്തെയും പോലെ ഈ കർമ്മത്തെ നമുക്ക് ആ പ്രകൃതി ശക്തിയുടെ തൃപാദങ്ങളിൽ സമർപ്പിച്ചുകൊണ്ട് ആരംഭിക്കാം. ഭാഗവതം പറയാനും കേൾക്കാനുമുള്ള അനുഗ്രഹവും അനുവാദവും നൽകണേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് ആരംഭിക്കാം. ഓം നമഃ ശിവായ. ഓം നമഃ ശിവായ. ഓം നമഃ ശിവായ. ഓം ഗും ഗുരുഭ്യോ നമഃ. ഓം ഗും ഗുരുഭ്യോ നമഃ. ഓം ഗും ഗുരുഭ്യോ നമഃ. ശ്രീമദ് ഭാഗവതം തൃതീയ സ്കന്ധം അധ്യായം 22 കർദമ മുനിയുടെയും ദേവഹൂതിയുടെയും വിവാഹം. അപ്പം നമ്മൾ കഴിഞ്ഞ ദിവസം കണ്ടത് മൈത്രേയ മഹർഷി വിതുരർക്ക് കഥ പറഞ്ഞു കൊടുക്കുന്നതാണ്. അപ്പോൾ ബ്രഹ്മാവിൻ്റെ സൃഷ്ടികർമ്മം കഴിഞ്ഞ് അദ്ദേഹത്തിൽ നിന്ന് തന്നെ ജനിച്ച സ്വയംഭുവ മനുവും ശതരൂപയും അവരിലൂടെ അവരുടെ പുത്രന്മാർ അവരിലൂടെ എങ്ങനെയാണ് സൃഷ്ടിയെ നിലനിർത്തി കൊണ്ടുപോയത്, അതെങ്ങനെയാണ് പ്രജാസൃഷ്ടി കർമ്മം നടന്നത് എന്നാണ് വിതുരർ ചോദിച്ചത്. അപ്പോൾ സ്വയംഭുവ മനുവിൻ്റെ ഉത്താനപാദൻ, പ്രിയവ്രതൻ എന്ന 2 പുത്രന്മാർ, പിന്നെ പുത്രിമാരിൽ ആദ്യം ദേവഹൂതി, ആഹൂതി, പ്രസൂതി. അതിൽ ദേവഹൂതിയെ മഹായോഗിയായിട്ടുള്ള കർദമ മഹർഷിയാണ് വിവാഹം ചെയ്തത്. അവരുടെ വിവാഹം അതെങ്ങനെ നടന്നു, അതുപോലെ അവർക്ക് എങ്ങനെയാണ് എത്ര മക്കളാണ് ഉണ്ടായത്, ഇതൊക്കെയായിരുന്നു വിതുരർ ചോദിച്ചത്. അപ്പോൾ മൈത്രേയ മഹർഷി പറഞ്ഞു കൊടുക്കുന്ന കഥ അത് നമ്മൾ കേൾക്കുകയാണ്. കർദമ മഹർഷി അദ്ദേഹം ഒരു യോഗിയായിട്ട്, ഒരു മഹായോഗിയാണ്. അപ്പോൾ ആത്മജ്ഞാനം നേടി ഭഗവാനിലേക്ക് ലയിക്കണം എന്ന് ആഗ്രഹിച്ചിരുന്ന മുനിയായിരുന്നെങ്കിൽ പോലും ഭഗവാന്റെ നിശ്ചയം അദ്ദേഹത്തിന് ഇവിടെ കർമ്മം ചെയ്യാം എന്നുള്ളത് തന്നെയായിരുന്നു. പ്രജാസൃഷ്ടി എന്ന കർമ്മത്തെ അനുഷ്ഠിക്കുക എന്നതായിരുന്നു. അപ്പോൾ ആ കർമ്മം ചെയ്യാനായിട്ട് അദ്ദേഹം അതിന് തപസ് അനുഷ്ഠിക്കാൻ ബ്രഹ്മാവിനാൽ നിർദ്ദേശം കിട്ടിയപ്പോൾ പ്രജാസൃഷ്ടി കർമ്മം തന്നെ യഥാർത്ഥ ധാർമ്മികമായ രീതിയിൽ ആ ഈശ്വരേച്ഛ അറിഞ്ഞ് പ്രവർത്തിക്കാനായിട്ട്, അതിനുള്ള അറിവ് കിട്ടാനായിട്ട് തപസ് അനുഷ്ഠിക്കുകയായിരുന്നു അദ്ദേഹം. ആ തപസ്സിൻ്റെ ഒടുവിൽ ഭഗവാൻ പ്രത്യക്ഷപ്പെടുകയും നേരിട്ട് മഹർഷിക്ക് ദർശനം നൽകുകയും ചെയ്തു. എന്നിട്ട് മഹർഷി ഭഗവാനോട് ആവശ്യപ്പെട്ടു, എനിക്ക് അങ്ങനിൽ ഏൽപ്പിച്ചിരിക്കുന്ന കർമ്മം പ്രജാസൃഷ്ടിയാണ്. അപ്പോൾ എനിക്ക് അനുയോജ്യമായ, എൻ്റെ മനസ്സിന് ഇണങ്ങുന്ന ഒരു പെൺകുട്ടിയെ എനിക്ക് ഭാര്യയായിട്ട് ലഭിക്കാനായിട്ട് അനുഗ്രഹിക്കണേ എന്നായിരുന്നു പ്രാർത്ഥന. അപ്പോൾ ഭഗവാൻ അത് തന്നെ അനുഗ്രഹമായി നൽകുകയാണ്. എത്രയും ഇന്നേക്ക് മറ്റന്നാൾ നിന്റെ ഭാര്യയാവാനായിട്ട് യോജിയായ പെൺകുട്ടിയെയും കൊണ്ട് സ്വയംഭുവ മനു ഇവിടെ എത്തും എന്നുള്ള നിർദ്ദേശവും നൽകിയിട്ട് ഭഗവാൻ അങ്ങനെ അപ്രത്യക്ഷനായി. അതിനുശേഷം കർദമ മഹർഷി അങ്ങനെ ആശ്രമത്തിൽ അവരെയും കാത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഭഗവാൻ പറഞ്ഞ അതേ ദിവസം തന്നെ സ്വയംഭുവ മനു ശതരൂപ പുത്രിയായ ദേവഹൂതിയെയും കൊണ്ട് തേരിൽ വന്ന് ഇറങ്ങി. അങ്ങനെ അവരെ കണ്ടപ്പോൾ കർദമ മഹർഷി അവരെ ആദരപൂർവ്വം സ്വീകരിച്ചു. അദ്ദേഹം ഭൂമിയുടെ ചക്രവർത്തിയാണെന്ന് ആലോചിക്കണം കേട്ടോ. അത്രയും വലിയ രാജാവിന്, ചക്രവർത്തിക്ക്, സമ്രാട്ടാണ്. അദ്ദേഹത്തിന് വേണ്ട രീതിയിലുള്ള എല്ലാ ആദരവും നൽകിക്കൊണ്ട് തന്നെ സ്വീകരിച്ചിരുത്തിയിട്ട് അദ്ദേഹം ചെയ്യുന്ന ഈ കർമ്മം ഉണ്ടല്ലോ, അതായത് ക്ഷത്രിയനാണ്. അപ്പോൾ സംരക്ഷണമാണ്, ഭരണമാണ് അദ്ദേഹം നിർവഹിക്കുന്ന കർമ്മം. അപ്പോൾ പ്രജകളുടെ ഇച്ഛയറിഞ്ഞ് പ്രജകളുടെ ദുഃഖങ്ങളും ബുദ്ധിമുട്ടുകളും നേരിട്ട് മനസ്സിലാക്കി ധാർമ്മികമായ രീതിയിൽ രാജ്യം ഭരിക്കാനായിട്ട് ഇങ്ങനെ എല്ലാവരെയും ചുറ്റി സഞ്ചരിക്കുന്ന അങ്ങ് നടത്തുന്ന ഈ സഞ്ചാരം അത് തന്നെ വളരെ ശ്രേഷ്ഠമാണ്. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ധാർമ്മികമായ രീതിയിൽ എങ്ങനെ രാജ്യം ഭരിക്കാം, ഒരു രാജാവിൻ്റെ ഉത്തരവാദിത്വം എന്താണ്, ഇതൊക്കെ പറഞ്ഞു കൊടുത്തതിന് ശേഷം, ഇതൊക്കെ സ്വയംഭൂമനുവിനോട് പറഞ്ഞതിന് ശേഷം അവസാനം പറഞ്ഞത്, അങ്ങനെ അങ്ങ് ഈ ലോകം മുഴുവനും ഇങ്ങനെ ചുറ്റി സഞ്ചരിക്കുന്ന യാത്രക്കിടയിൽ എൻ്റെ ആശ്രമത്തിൻ്റെ പരിസരത്ത് ഇവിടേക്ക് അങ്ങ് വന്നത് എന്ത് ഉത്തരവാദിത്വം അല്ലെങ്കിൽ എന്ത് കർത്തവ്യ നിർവഹണത്തിനാണ് അങ്ങ് ഇവിടേക്ക് വന്നിരിക്കുന്നത് എന്ന് കർദമ മഹർഷി ചോദിക്കുകയാണ് മനുവിനോട്. ആ ഭാഗത്താണ് നമ്മൾ 21-ാമത്തെ അധ്യായം അവസാനിച്ചത്. ഇനി ശ്ലോകം 22, അധ്യായം 22 ശ്ലോകം 1. മൈത്രേയ ഉവാച ഏവം ആവിഷ്കൃത അശേഷ ഗുണകർമ്മ ഉദയ മുനി സ വ്രീഡ
ഇവ തം സമ്രാട്ട് ഉപാരതം ഉവാചഃ ഏവം ആവിഷ്കൃത അശേഷ ഗുണ കർമ്മോദയോ മുനി സവ്രീഡ ഇവ തം സമ്രാട്ട് ഉപാരത ഉവാചഃ. അതായത് മൈത്രേയ മഹർഷി എന്നിട്ട് തുടർന്ന് പറയാണ്, ഏവം ഇപ്രകാരം ആവിഷ്കൃതം എന്ന് വെച്ചാൽ വെളിവാക്കപ്പെടുക, അശേഷ ഗുണ കർമ്മ ഉദയ, അതായത് എല്ലാവിധ ധാർമ്മികമായ ഗുണങ്ങളെയും കർമ്മങ്ങളുടെയും ആ കർമ്മങ്ങളുടെയൊക്കെ മഹത്വത്തെക്കുറിച്ച് ഇപ്രകാരം മുനി കർദമ മുനിയാൽ ഇങ്ങനെ വെളിവാക്കപ്പെട്ടതിന് ശേഷം തം എന്ന് പറഞ്ഞാൽ ആ കർദമ മുനി സമ്രാട്ട്, അതായത് അപ്പോൾ കർദമ മഹർഷി ഇങ്ങനെ രാജാവിൻ്റെ ധർമ്മത്തെക്കുറിച്ചും മഹത്വങ്ങളെ കർമ്മങ്ങളെക്കുറിച്ചൊക്കെ പറഞ്ഞു കൊടുത്തതിന് ശേഷം ഉപാരതം എന്ന് വെച്ചാൽ നിശബ്ദനായിട്ട് ഇരുന്നിക്കുക, അതായത് ഒന്നിനോടും ആസക്തനൊന്നും അല്ലാതെ നിശബ്ദനായി നിൽക്കുന്ന ആ കർദമ മുനിയോട് സമ്രാട്ടായിട്ടുള്ള സ്വയംഭുവ മനു സവ്രീഡ ഇവ വളരെ വിനീതനായി നിന്നുകൊണ്ട് ഉവാചഃ ഇപ്രകാരം പറഞ്ഞു. അപ്പം അത്രയും കാര്യങ്ങൾ ഒരു രാജാവിൻ്റെ ധാർമ്മികമായ കർമ്മങ്ങളുടെ മഹത്വത്തെക്കുറിച്ചൊക്കെ കേട്ട് പൂർണ്ണമായും കർദമ മുനിയിൽ നിന്നും പറയുന്നത് കേട്ടതിന് ശേഷം അതിനുശേഷം അദ്ദേഹം ഇങ്ങനെ നിശബ്ദനായി നിൽക്കുകയായിരുന്നു. അപ്പം അദ്ദേഹത്തോട് സ്വയംഭുവ മനു വളരെ വിനീതനായിട്ട് ഇപ്രകാരം പറഞ്ഞു. എന്താണ് അദ്ദേഹം പറഞ്ഞത്? മനുരുവാച, മനു പറഞ്ഞു, ബ്രഹ്മ അസൃജത് സ്വമുഖതഃ യുഷ്മാനാത്മപരീപ്സയാ ഛന്ദോമയ തപഃ വിദ്യായോഗയുക്താനലംബടാൻ. അതായത് ഒരു ബ്രാഹ്മണൻ ആരാണ് എന്നാണ് പറയുന്നത്. ഇവിടെ നമുക്കറിയാം സ്വയംഭുവ മനു ക്ഷത്രിയനാണ്, ചക്രവർത്തിയാണല്ലോ, അപ്പം ക്ഷത്രിയനാണ്. എന്നാൽ കർദമ മഹർഷിയോ ബ്രാഹ്മണനാണ്. അപ്പോൾ ആദ്യം തന്നെ സ്വയംഭുവ മനു ആരാണ്, ബ്രാഹ്മണരുടെ മഹത്വത്തെക്കുറിച്ച് പ്രകീർത്തിച്ചുകൊണ്ടാണ് സംസാരിച്ചു തുടങ്ങുന്നത്. അതാണ് ഇവിടെ പറയുന്നത്. ബ്രഹ്മ അസൃജത്ത്, അതായത് ബ്രഹ്മാവ് സൃഷ്ടിച്ചു, സ്വമുഖതഃ സ്വന്തം മുഖത്ത് നിന്നും, യുഷ്മാൻ ബ്രാഹ്മണരെ, ആത്മപരീപ്സയ അതായത് അവനവൻ തന്നെയാകുന്ന താൻ തന്നെയാകുന്ന ആ വേദത്തിൻ്റെ സംരക്ഷണത്തിനായിട്ട്, അതായത് വേദത്തെ അറിവിനെ താൻ തന്നെ, അതായത് ഇവിടെ ബ്രഹ്മാവ് എന്ന് പറഞ്ഞാൽ ആരാണെന്നറിയാലോ, ആ പ്രകൃതിയുടെ ആദ്യത്തെ മായയിൽ നിന്ന് വന്ന ആദ്യത്തെ സൃഷ്ടി ബ്രഹ്മാവാണ്. അപ്പം ബ്രഹ്മാവ് രജോ ഗുണം കൂടി നിൽക്കുന്ന അവസ്ഥയിൽ ബ്രഹ്മദേവൻ ഉണ്ടായത് നമുക്കറിയാം. അപ്പം ആ ബ്രഹ്മാവ് സൃഷ്ടിക്കാന്ന് പറഞ്ഞാൽ ആ ബ്രഹ്മാവിലൂടെ ഭഗവാൻ തന്നെയാണ് ആ സൃഷ്ടികർമ്മം നടത്തുന്നത് എന്ന് മനസ്സിലാക്കാം. അപ്പം അതാണ് ഇവിടെ പറയുന്നത്, ആത്മപരീപ്സയ താൻ തന്നെയാകുന്ന ആ അറിവിനെ, ആ വേദത്തെ സംരക്ഷിക്കുന്നതിനായിട്ട് ബ്രഹ്മാവ് സ്വന്തം മുഖത്ത് നിന്നും ബ്രാഹ്മണരെ അസൃജത്ത് സൃഷ്ടിച്ചു. നമുക്കറിയാം ബ്രാഹ്മണർ എന്ന് വെച്ചാൽ ബ്രഹ്മത്തെ അറിഞ്ഞവരാണ്, അവരറിവാണ് നൽകുന്നത്, എല്ലാവർക്കും ജ്ഞാനമാണ് പകർന്നു നൽകുന്നത്. ഇനി ഛന്ദോമയ എന്ന് വെച്ചാൽ വേദസ്വരൂപനാകുന്ന ആ വേദസ്വരൂപനായ ഭഗവാൻ, തപസ്, വിദ്യ എന്ന് വെച്ചാൽ ആത്മവിദ്യ, യോഗയുക്ത എന്ന് വെച്ചാൽ യോഗാവസ്ഥയെ പ്രാപിക്കുക, അതായത് ആ ഭഗവാനിലേക്ക് ലയിക്കുന്ന ആ മനസ്സ് അടങ്ങിയിട്ട് ഈശ്വരനും ഞാനും ഒന്നാകുന്ന അവസ്ഥ, അതാണ് യോഗാവസ്ഥയെ പ്രാപിച്ച് അലംബടാൻ, ഇന്ദ്രിയങ്ങളൊക്കെ അടങ്ങി, മനസ്സും ഇന്ദ്രിയങ്ങളൊക്കെ അടങ്ങിയ ആ അവസ്ഥയിലേക്ക് എത്തിയ യുഷ്മാൻ എന്ന് വെച്ചാൽ ബ്രാഹ്മണരെ സൃഷ്ടിച്ചു എന്ന്. അപ്പോൾ മനു പറഞ്ഞത് ആദ്യം എന്താന്ന് വെച്ചാൽ ആ ഭഗവാൻ യഥാർത്ഥത്തിൽ ആരാ? നോളജാണ് അല്ലേ, വേദം, അറിവാണ് ഈശ്വരൻ. അപ്പോൾ ആ സ്വയം താൻ തന്നെയാകുന്ന ആ വേദത്തെ, ആ അറിവിനെ ലോകർക്ക് പറഞ്ഞു കൊടുക്കാനും സംരക്ഷിക്കാനും അതിനെ പ്രചരിപ്പിക്കാനും മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കാനും ഒരു രൂപം സ്വീകരിക്കണ്ടേ. അപ്പം അതിനായിട്ട് സ്വന്തം മുഖത്ത് നിന്നും ബ്രാഹ്മണരെ, അതും എങ്ങനെയുള്ളവരായിരുന്നു ബ്രാഹ്മണര്? തപസ് ചെയ്ത് ആത്മവിദ്യയെ നേടി യോഗാവസ്ഥയെ പ്രാപിച്ച് അലംബടാൻ, ഇന്ദ്രിയങ്ങളെയൊക്കെ അടക്കിയ, മനസ്സ് മുതലായ സകല ഇന്ദ്രിയങ്ങളെ അടക്കാൻ കഴിഞ്ഞ ബ്രാഹ്മണരെ, ബ്രഹ്മത്തെ അറിഞ്ഞ ബ്രാഹ്മണരെയാണ് ആ ഭഗവാൻ ആദ്യം സ്വന്തം മുഖത്ത് നിന്നും സൃഷ്ടിച്ചത്. എന്നിട്ട് പറയാൻ ഇനി ക്ഷത്രിയരാരാണെന്ന്, അതാണ് ശ്ലോകം 3. തത് ത്രാണായ അസൃജത് ച അസ്മാൻ ദോ സഹസ്രാത് ഹൃദയം തസ്യ ഹി ബ്രഹ്മ ക്ഷത്രമംഗം പ്രചക്ഷതേ. തത് ത്രാണായ അസൃജത് ച അസ്മാൻ ദോ സഹസ്രാത് ഹൃദയം തസ്യ ഹി ബ്രഹ്മ
ഛത്രമംഗം പ്രചക്ഷതേ തത് ത്രാണായ അവരെ സംരക്ഷിക്കുന്നതിനായിട്ട്. അപ്പൊ അവരെ എന്ന് പറഞ്ഞാൽ ഇവിടെ ബ്രാഹ്മണരെ, ആ ബ്രാഹ്മണരെ സംരക്ഷിക്കുന്നതിനായിട്ട് അസൃജത് സൃഷ്ടിച്ചു, ച അസ്മാൻ, അതായത് അസ്മാൻ എന്ന് വെച്ചാൽ ഞങ്ങളെ, അതായത് സ്വയംഭൂമനുവാണല്ലോ പറയുന്നത്. അപ്പൊ ഞങ്ങളെ പോലെയുള്ള ക്ഷത്രിയരെ ആ ബ്രാഹ്മണരെ സംരക്ഷിക്കുന്നതിനായിട്ട് ഭഗവാൻ സൃഷ്ടിച്ചു. എങ്ങനെയാ സൃഷ്ടിച്ചത്? സഹസ്രപാദ്, ആയിരക്കണക്കിന് പാദങ്ങളോട് കൂടിയത് ആരായിരിക്കും? അപ്പോൾ ആ വിരാട് സ്വരൂപൻ അല്ലെ, ആയിരക്കണക്കിന് പാദങ്ങളുള്ള ആ വിരാട് സ്വരൂപനായ ഭഗവാൻ ദോ സഹസ്രാത്, ആയിരക്കണക്കിന് കൈകളിൽ നിന്നും ഞങ്ങൾ ക്ഷത്രിയരെ, ച അസ്മാൻ ഞങ്ങൾ ക്ഷത്രിയരെ അസൃജത് സൃഷ്ടിച്ചു. ഹൃദയം തസ്യഹി ബ്രഹ്മ, അതായത് ആ തസ്യഹി ആ വിരാട് സ്വരൂപന്റെ ഹൃദയമാണ് ബ്രഹ്മ എന്ന് വെച്ചാൽ ബ്രാഹ്മണരും. ക്ഷത്രം അംഗം പ്രചക്ഷതേ, ക്ഷത്രിയർ ആ വിരാട് സ്വരൂപന്റെ കൈകൾ ശരീരവുമാണെന്ന് പ്രചക്ഷതേ പറയപ്പെടുന്നു. അപ്പൊ അതായത് എന്താണ് അങ്ങവിടെ വന്നതിന്റെ ഉദ്ദേശം ചോദിക്കുമ്പോൾ രാജാവ് ആദ്യം പറയാണ്, ആ ഭഗവാൻ തന്നെയാകുന്ന ആ അറിവിനെ സംരക്ഷിക്കാനും പ്രചരിപ്പിക്കാനും വേണ്ടി തപോബലത്തിലൂടെ തപസ് ചെയ്ത് ആത്മവിദ്യ നേടി യോഗാവസ്ഥയെ പ്രാപിച്ച് ഇന്ദ്രിയങ്ങളൊക്കെ അടക്കാൻ കഴിഞ്ഞ ബ്രഹ്മത്തെ അറിഞ്ഞ ബ്രാഹ്മണരെ സ്വന്തം മുഖത്ത് നിന്ന് സൃഷ്ടിച്ചു. ഇനി ഈ ബ്രാഹ്മണർക്ക് കർമ്മം എന്ന് പറഞ്ഞത് ജ്ഞാനം പകർന്നു കൊടുക്കലാണ്, അറിവ് നേടുക, അത് പകർന്നു കൊടുക്കലാണ്. അപ്പോൾ അവർക്ക് ജീവിക്കണ്ടേ, അവർക്കൊരു സ്ഥൂല ശരീരത്തിൽ തന്നെയാണ് അവരും ഇരിക്കുന്നത്. അപ്പോൾ ഭക്ഷണം, വസ്ത്രം, പാർപ്പിടവയൊക്കെ അവർക്ക് വേണം. എന്നാൽ ഇതിനു വേണ്ടി പണിയെടുക്കലല്ല അവരുടെ ഡ്യൂട്ടി. അപ്പോൾ അവരെ സംരക്ഷിക്കണം. പിന്നെ മറ്റുള്ളവരിൽ നിന്നും ഒരു ആപത്തും വരാതെ അവരെ സംരക്ഷിക്കേണ്ടവരായിട്ടാണ് ആ 1000 പാദങ്ങളോട് കൂടിയിരിക്കുന്ന വിരാട് സ്വരൂപന്റെ അനേകായിരം കൈകളിൽ നിന്നും ഞങ്ങളെ സൃഷ്ടിച്ചത്, ക്ഷത്രിയരെ സൃഷ്ടിച്ചത് ആ ബ്രാഹ്മണരെ സംരക്ഷിക്കുന്നതിന് വേണ്ടിയാണ്. ആ വിരാട് സ്വരൂപന്റെ ഹൃദയത്തിൽ നിന്നാണ്, ഹൃദയമാണ് ബ്രാഹ്മണരെങ്കിൽ ആ വിരാട് സ്വരൂപന്റെ ശരീരമാണ് ക്ഷത്രിയർ എന്ന് പറയപ്പെടുന്നു. അപ്പോൾ ബ്രാഹ്മണരും ക്ഷത്രിയരും തമ്മിൽ അത്ര വലിയ വ്യത്യാസമില്ല. ഒരേ ഭഗവാന്റെ ഹൃദയവും ശരീരവുമാണ് ബ്രാഹ്മണരും ക്ഷത്രിയരും എന്ന് പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹം ഈ കാര്യത്തിലേക്ക്, സ്വയംഭൂമനു ആ വന്ന കാര്യത്തിലേക്ക് കടക്കാൻ പോകുന്നത്. ഇനി ശ്ലോകം 4. അധഃ ഹി അന്യോന്യം ആത്മാനം ബ്രഹ്മക്ഷത്രം ച രക്ഷതി സ്മ അവ്യയഃ ദേവഃ സഹ യഃ സദസദ് ആത്മകഃ. അധോ ഹി അന്യോന്യം ആത്മാനം ബ്രഹ്മക്ഷത്രം ച രക്ഷതി സ്മ അവ്യയഃ ദേവഃ സഹ യഃ സദസദ് ആത്മകഃ. അധഃ ആയതിനാൽ, അപ്പോൾ ബ്രാഹ്മണരും ക്ഷത്രിയരും തമ്മിൽ ഒരുപാട് വ്യത്യാസമില്ല. ബ്രാഹ്മണർ അറിവ് നൽകുന്നു, അവരെ സംരക്ഷിക്കുന്നവർ ക്ഷത്രിയരും. ആയതിനാൽ, അധഃ എന്ന് വെച്ചാൽ ആയതിനാൽ, ഹി അന്യോന്യം ആത്മാനം, അന്യോന്യം എന്ന് വെച്ചാൽ പരസ്പരം, ആത്മാനം നമ്മൾ പരസ്പരം, ബ്രഹ്മക്ഷത്രം ബ്രാഹ്മണരും ക്ഷത്രിയരും ച രക്ഷത പരസ്പരം രക്ഷിക്കുന്നു. ക്ഷത്രിയർക്ക് എങ്ങനെയാണ് ധാർമ്മികമായ രീതിയിൽ ഈ ലോകത്തെ, ഭൂമിയെ, ജനങ്ങളെ സംരക്ഷിക്കേണ്ട, പ്രജകളെ സംരക്ഷിക്കേണ്ടതെന്നുള്ള അറിവ് നൽകുന്നവർ ബ്രാഹ്മണർ. അപ്പൊ ക്ഷത്രിയരെ തെറ്റായ കർമ്മങ്ങളിൽ നിന്ന് രക്ഷിക്കുന്നത് ബ്രാഹ്മണർ. ഇനി ബ്രാഹ്മണരെ സംരക്ഷിച്ചു നിർത്തുന്ന, അവർക്ക് ഭക്ഷണം, അവർക്ക് വേണ്ട എല്ലാ താമസം, പാർപ്പിടം, അവർക്ക് പണം, അവർക്ക് ജീവിക്കാൻ വേണ്ടത്, അതുപോലെ അവരുടെ സുരക്ഷിതത്വം, ഇതേ സംരക്ഷിക്കുന്നത് ക്ഷത്രിയരും. അപ്പൊ നമ്മൾ പരസ്പരം, ബ്രാഹ്മണരും ക്ഷത്രിയരും പരസ്പരം സംരക്ഷിക്കുന്നു. ഇനി രക്ഷതി സ്മ അവ്യയഃ, ഇനി നമ്മളെ ഈ ബ്രാഹ്മണരെയും ക്ഷത്രിയരെയും, എന്നെയും അങ്ങയെയും അതുപോലെ നമ്മളെല്ലാവരെയും അവ്യയഃ ഒരിക്കലും നശിക്കാത്ത ദേവഃ ആ ഭഗവാനാണ് സംരക്ഷിക്കുന്നത്. ആ ഭഗവാൻ ആരാ? സഹ ആ ഭഗവാൻ ആരാണ്? യഹ അദ്ദേഹം സത് അസത് ആത്മക സത്തും അസത്തുമായ സകലത്തിൻ്റെയും കാരണഭൂതനായ ആ ഭഗവാനാണ് നമ്മളെയൊക്കെ സംരക്ഷിച്ചു കൊണ്ടുപോകുന്നത്. നമ്മൾ പരസ്പരം സംരക്ഷിക്കുന്നു. ഇനി നമ്മളെ എല്ലാവരെയും സംരക്ഷിക്കുന്നത് സത്തും അസത്തുമായ സകലത്തിൻ്റെയും കാരണഭൂതമായിരിക്കുന്ന ആ ഭഗവാനാണ് നമ്മളെയൊക്കെ സംരക്ഷിച്ചു കൊണ്ടുപോകുന്നത്. അപ്പോൾ നമ്മൾ പരസ്പരം ഒരുപാട് എന്താ പറയുക, അകൽച്ചയുള്ളവരല്ല, അടുത്ത് നിൽക്കുന്നവരാണെന്ന് മഹർഷിയെ ഒന്ന് ബോധ്യപ്പെടുത്തുന്ന രീതിയിലാണ് ഇത് പറയുന്നത്. എന്തുകൊണ്ടാണ് സ്വയംഭൂമനു അങ്ങനെ പറയാൻ കാരണം എന്താണെന്ന് വെച്ചാൽ, അദ്ദേഹത്തിന് ഈ ആശ്രമത്തിൻ്റെ മുന്നിൽ വന്ന് കർദമ പ്രജാപതിയൊക്കെ കണ്ടപ്പോൾ തന്നെ ഒരു കുറ്റബോധം കുറേശ്ശെ മനസ്സിൽ തോന്നാൻ തുടങ്ങി. കാരണം വന്നിരിക്കുന്നത് എന്താവശ്യം പറയാനാ?
മകളെ വിവാഹം കഴിക്കുമെന്ന് പറയാൻ വന്നതൊരു കുടുംബസ്ഥൻ്റെ വീട്ടിലേക്കല്ല. വന്നപ്പോൾ കാണുന്നത് അത്രമാത്രം ഒരുപാട് വർഷങ്ങൾ തപസ് ചെയ്ത് ആ ഒരു തപസ്സിൻ്റെ തേജസ്സും അതോടൊപ്പം അത്രയും വർഷങ്ങൾ തപസ് ചെയ്തതിൻ്റെ ആ രൂപം കാണുമ്പോൾ ജടയൊക്കെ വളർന്നിട്ടുള്ള രൂപം, അപ്പം അത്രയ്ക്കും വലിയ മഹായോഗിയാണ് മുന്നിൽ നിൽക്കുന്നത്. അദ്ദേഹത്തോട് എനിക്ക് ആത്മജ്ഞാനം പകർന്നു തരാനോ അല്ലെങ്കിൽ മോക്ഷം നേടണം എന്നുള്ള ആഗ്രഹം അറിയിക്കാനോ ഒന്നുമല്ല വന്നത്. മകളെ വിവാഹം കഴിക്കൂ, അതായത് അദ്ദേഹത്തെ ഒരു ഗൃഹസ്ഥാശ്രമത്തിലേക്ക് വരിച്ചിടാനാണ് ഈ വന്നിരിക്കുന്നത്. അപ്പോൾ അതൊക്കെ മനസ്സിൽ അദ്ദേഹത്തിനൊരു തോന്നലുണ്ട്, ഒരു ചെറിയൊരു കുറ്റബോധം, പറയാൻ പാടുമോ ഇത് എന്നൊരു കുറ്റബോധമുണ്ട്. അതുകൊണ്ടാണ് ബ്രാഹ്മണരും ക്ഷത്രിയരും ഒരുപാട് വ്യത്യാസമില്ല, നമ്മൾ പരസ്പരം സംരക്ഷിക്കുന്നവരാണ് എന്നൊക്കെ ഇങ്ങനെ ഒരു എന്താ പറയുക, ആ ഒരു സൗഹൃദ ഭാവത്തിൽ നമ്മൾ തമ്മിൽ വലിയ വ്യത്യാസമൊന്നുമില്ല എന്നുള്ള ആ സൗഹൃദ ഭാവത്തിൽ ഇങ്ങനെ പറഞ്ഞ ആ പോയിന്റിലേക്ക് വരുന്നത്. പെട്ടെന്ന് എടുത്തടിച്ചോണം കാര്യം പറയാത്തതിൻ്റെ കാര്യം സ്വയംഭൂമന് വലിയ സമ്രാട്ടാണെങ്കിലും വന്ന് നിൽക്കുന്നത് ആരുടെ മുന്നിലാണ് നിൽക്കുന്നത്, അദ്ദേഹത്തിൻ്റെ മഹത്വം നന്നായി അറിയാവുന്നത് കൊണ്ടാണ് ഇദ്ദേഹം ഇങ്ങനെ എന്താ പറയുക, ആ ഒരു വലിയ വ്യത്യാസമൊന്നും നമ്മൾ തമ്മിലില്ല. ആ കാര്യം അവതരിപ്പിക്കുന്നതിന് മുന്നേ അതിനെ ഒന്ന് സാമ്യം എന്താ പറയുക, ഒരു വലിയ പ്രശ്നമല്ലാത്ത രീതിയിൽ ഒരു വലിയ തെറ്റ് പറയുന്ന പോലെ അല്ലാതെ അതിനെ ഇങ്ങനെ ഒന്ന് മയപ്പെടുത്തി അവതരിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഇങ്ങനെയൊക്കെ അദ്ദേഹം പറയുന്നത്. ആ ഒരു സൗഹൃദം നമ്മൾ തമ്മിൽ എപ്പോഴും ഉണ്ടാവും, അത്ര വ്യത്യാസമില്ല. നമ്മളൊക്കെ തമ്മിൽ ഒരു വലിയ ഒരുമയുള്ളത് നമ്മളെ എല്ലാവരെയും ആ ഭഗവാൻ തന്നെയാണ് സംരക്ഷിക്കുന്നത് എന്ന് പറയുന്നു. ഇനി ശ്ലോകം 5. തവ സന്ദർശനാത് ഏവ ചിന്നാമേ സർവസംശയ യത് സ്വയം ഭഗവാൻ പ്രീത്യ ധർമ്മമാഹ റിരക്ഷിഷോ. തവ അങ്ങയുടെ ദർശനത്താൽ തന്നെ ഏവ അതുകൊണ്ട് തന്നെ മേ സർവസംശയ ചിന്ന എൻ്റെ മനസ്സിലെ സകല സംശയങ്ങളും ഇല്ലാതായിരിക്കുന്നു. അങ്ങയെ ഞാൻ കണ്ടപ്പോൾ തന്നെ, അങ്ങയെ ദർശിച്ചപ്പോൾ മാത്രയിൽ തന്നെ എൻ്റെ മനസ്സിലുള്ള സകല സംശയങ്ങളും അതോടെ ഇല്ലാതായി. ഇത് എന്തുകൊണ്ടെന്നാൽ സ്വയം ഭഗവാൻ, ആ ഭഗവാൻ സ്വയം അങ്ങയുടെ രൂപം എടുത്ത് വന്നിട്ട് ധർമ്മം രക്ഷിഷോ എന്ന് വെച്ചാൽ പ്രജകളെ സംരക്ഷിക്കണം, രക്ഷിക്കണം എന്ന് ആഗ്രഹിക്കുന്ന ഒരു രാജാവായ എനിക്ക് ആ ധർമ്മം, എൻ്റെ കർമ്മത്തെ ധാർമ്മികമായി അനുഷ്ഠിക്കാനുള്ള അറിവ് അങ്ങ് എനിക്ക് പറഞ്ഞു തന്നു. അപ്പം അങ്ങയെ കണ്ടപ്പോൾ തന്നെ സ്വയംഭൂമനും ഒന്നും ചോദിച്ചിരുന്നില്ല. അതിനു മുന്നേ തന്നെ കർദമ പ്രജാപതി അതിനെക്കുറിച്ച്, ഈ സഞ്ചാരത്തെക്കുറിച്ച്, ധർമ്മത്തെക്കുറിച്ച്, ഭരണത്തെക്കുറിച്ചൊക്കെ പറഞ്ഞിരുന്നു. അപ്പോൾ അങ്ങയെ ദർശിച്ച മാത്രയിൽ എൻ്റെ മനസ്സിലെ സകല സംശയങ്ങളും തീർന്നു പോയി. കാരണം എന്താണെന്ന് വെച്ചാൽ ആ ഭഗവാൻ തന്നെ അങ്ങയുടെ രൂപം എടുത്ത് വന്നിട്ട് വളരെ പ്രീതിയ സ്നേഹത്തോടെ എനിക്ക്, ഞാനാണെങ്കിലോ മുഴുവൻ പ്രജകളെയും സംരക്ഷിച്ച് ഭൂമിയെ നന്നായി നിലനിർത്തണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു ചക്രവർത്തിയാണ്. അങ്ങനെയുള്ള എനിക്ക് ധാർമ്മികമായ രീതിയിൽ ആ കർമ്മം എങ്ങനെ അനുഷ്ഠിക്കാം എന്നുള്ള അറിവ് എനിക്ക് പറഞ്ഞു തന്നിരിക്കുന്നു. ഞാൻ എത്ര ഭാഗ്യവാനാണ് അപ്പോൾ എന്നാണ് പറയുന്നത്. ശ്ലോകം 6. ദിഷ്ട്യാമേ ഭഗവാൻ ദൃഷ്ടോ ദുർദർശഃ യഹ അകൃതാത്മന ദിഷ്ട്യാ പാദരജഃ സ്പൃഷ്ടം ശീർഷ്ണാമേ ഭവത ശിവം. ദിഷ്ട്യാ മേ അതായത് ദിഷ്ട്യ എന്ന് വെച്ചാൽ ഞാൻ വളരെ വലിയ ഭാഗ്യവാനാണെന്ന്. ഭഗവാൻ എന്ന് വെച്ചാൽ കാരണം ഞാൻ ഭഗവാനായിട്ടുള്ള അങ്ങയെ ദൃഷ്ടഃ കണ്ണുകൊണ്ട് കണ്ടു നിന്ന്. അപ്പം ഞാൻ എത്ര ഭാഗ്യവാനാണ്. ദിഷ്ട്യ എന്ന് വെച്ചാൽ ഭാഗ്യവാനാണെന്ന്. ഞാൻ വളരെ വലിയ ഭാഗ്യവാനാണ്. കാരണം ഒരു 6 ഗുണങ്ങളാകുന്ന ഭഗങ്ങളെല്ലാം കൂടിയ ഭഗവാനായ അങ്ങയെ, കർദമ മഹർഷിയെ എൻ്റെ കണ്ണുകൾ കൊണ്ട് എനിക്ക് നേരിട്ട് ഇങ്ങനെ മുന്നിൽ കാണാൻ സാധിച്ചില്ലേ. കാരണം എന്താണെന്ന് വെച്ചാൽ ദുർദർശഃ യഹ അകൃതാത്മനാം. അകൃതാത്മനാന്ന് വെച്ചാൽ യഹ എന്ന് വെച്ചാൽ ആരാണോ അകൃതാത്മനാം, ഭൗതികമായ സുഖസൗകര്യങ്ങളിൽ മാത്രം ഒഴുകി ജീവിക്കുന്ന മനുഷ്യർ, അവർക്ക് ദുർദർശഃ ഒരിക്കലും കാണാൻ സാധിക്കാത്ത അത്രയും വലിയ മഹായോഗിയാണെന്നത്. ആ ഒരു അതായത് ആ ഈശ്വരനെ അറിയണമെന്ന് ആഗ്രഹമാണ് ആദ്യം മനസ്സിൽ തോന്നേണ്ടത്. അത് തോന്നി ആ തോന്നലിൽ ഇങ്ങനെ പോകുമ്പോൾ തന്നെ ഭഗവാൻ, ആ പ്രകൃതി നമുക്ക് അതിനു വേണ്ട സാഹചര്യങ്ങൾ ഇങ്ങനെ കൊണ്ടുവന്ന് തരികയാണ് ചെയ്യുന്നത്. അപ്പോൾ അതൊന്നും ആഗ്രഹിക്കാതെ പണം ഉണ്ടാക്കണം, വീട് വെക്കണം, കുടുംബങ്ങൾ, കുട്ടികൾ, അവരുടെ ഭാവി, ഇങ്ങനെയുള്ള ഈ ഭൗതിക ആസക്തിയിൽ ഒന്ന് കഴിഞ്ഞാൽ ഒന്നായിട്ട് ഈ ആഗ്രഹത്തിൻ്റെ മുകളിൽ
ഇങ്ങനെ സ്വപ്നം കണ്ട് അതുമാത്രമായി ജീവിക്കുന്ന വ്യക്തികൾക്ക് അവരുടെ ആ ജീവിതയാത്രയിൽ ഒരിക്കലും കാണാൻ സാധിക്കാത്ത മഹായോഗിയാണ്. ആ യോഗിയെയാണ് ഞാൻ എൻ്റെ നഗ്നനേത്രങ്ങൾ കൊണ്ട് കണ്ടത്. അപ്പം ഞാൻ എത്ര വലിയ ഭാഗ്യവാനാണ് എന്ന് സ്വയംഭൂവന് പറയാണ്. ഇനി അത് മാത്രമല്ല, ദിഷ്ട്യ ഞാൻ എത്ര ഭാഗ്യമുള്ളവനാണ്. കാരണം പാദരജഃ സ്പൃഷ്ടം, അങ്ങയുടെ പാദങ്ങളിൽ പതിഞ്ഞ ആ പാദധൂളികളെ ശീർഷ്ണമേ എൻ്റെ ശിരസ്സുകൊണ്ട് സ്പൃഷ്ടം എനിക്ക് സ്പർശിക്കാൻ സാധിച്ചില്ലേ. മേ ഭവത ശിവം മേ, അതായത് എൻ്റെ ശിരസ്സുകൊണ്ട്, ഭവത എന്ന് വെച്ചാൽ അങ്ങയുടെ, ശിവം എന്ന് വെച്ചാൽ ഏറ്റവും മംഗളകരമായ, ഭഗവാനെ അങ്ങയുടെ ഏറ്റവും മംഗളകരമായ ആ പാദങ്ങളിൽ പതിഞ്ഞിരിക്കുന്ന പൊടിപടലങ്ങൾ അങ്ങയുടെ തൃപ്പാദങ്ങളിൽ നമസ്കരിച്ചപ്പോൾ എൻ്റെ ശിരസ്സുകൊണ്ട് എനിക്ക് സ്പർശിക്കാൻ സാധിച്ചില്ലേ. ഞാൻ എത്ര ഭാഗ്യവാനാണ്. ആ 2 ഭാഗ്യങ്ങളാണ് അവിടെ സ്വയംഭൂമനു എടുത്തു പറയുന്നത്. ഇനി കഴിഞ്ഞിട്ടില്ല, ശ്ലോക 7 ഇതിൻ്റെ തന്നെ ബാക്കി. ദിഷ്ട്യാ ത്വയാ അനുശിഷ്ടോഹം കൃതഃ ച അനുഗ്രഹോ മഹാൻ അപാവൃതൈ കർണരന്ധ്രൈ ജുഷ്ട ദിഷ്ട്യാ ഉഷതീർ ഗിര, ഉഷതി ഗിര. അപ്പോൾ ദിഷ്ട്യ എന്ന് വെച്ചാൽ ഞാൻ എത്ര ഭാഗ്യവാനാണ്. ത്വയാ അനുശിഷ്ട അഹം, അങ്ങയാൽ ഉപദേശിക്കപ്പെട്ടു എന്ന്. അങ്ങ് ഞാൻ വന്ന വഴിക്ക് കുറേ ധാർമ്മികമായ രാജാവിൻ്റെ കർമ്മങ്ങളെ കുറിച്ചൊക്കെ പറഞ്ഞു തന്നില്ലേ. അപ്പം അങ്ങയിൽ നിന്ന് എനിക്ക് ഉപദേശം കിട്ടിയപ്പോൾ ഞാൻ എത്ര വലിയ ഭാഗ്യവാനാണ്. എന്നിട്ട് പറയാണ് കൃതഃ ച അനുഗ്രഹോ മഹാൻ, എനിക്ക് കിട്ടിയിട്ടുള്ളതിൽ വെച്ചിട്ട് ഏറ്റവും വലിയ മഹത്തരമായ അനുഗ്രഹം തന്നെയാണത് എന്ന്. ഞാൻ അങ്ങയാൽ ഉപദേശിക്കപ്പെട്ടിരിക്കുന്നു, ആ ഒരു മഹായോഗിയാൽ. അപ്പോൾ എനിക്ക് കിട്ടിയ അനുഗ്രഹങ്ങളിൽ ഏറ്റവും മഹത്തായ ഒന്നാണ് ഇത്. ഇനി അപാവൃതേ എന്ന് വെച്ചാൽ തുറന്നിരിക്കുന്ന കർണരന്ധ്രേ, കർണദ്വാരങ്ങളിലൂടെ, ചെവിയിലെ ദ്വാരങ്ങളിലൂടെ, ജുഷ്ട എന്ന് വെച്ചാൽ സ്വീകരിക്കുക, ഉഷതിഗിര എന്ന് വെച്ചാൽ ഉഷതീർ ഗിര എന്ന് വെച്ചാൽ പരിശുദ്ധമായ വാക്കുകളെ, അപദിഷ്ട്യ എന്ന് വെച്ചാൽ അർത്ഥം ഭാഗ്യവാൻ. അപ്പോൾ ഞാൻ എത്ര ഭാഗ്യവാനാണ്. അതായത് അങ്ങയുടെ പരിശുദ്ധമായ വാക്കുകൾ എൻ്റെ തുറന്നിരിക്കുന്ന കർണരന്ധ്രങ്ങളിലൂടെ കേട്ട് എൻ്റെ മനസ്സിലേക്ക് എനിക്ക് സ്വീകരിക്കാൻ സാധിച്ചില്ലേ. അപ്പോൾ അതിനൊരു, നമ്മളിപ്പോൾ ഉപദേശം കേട്ടാൽ മാത്രം പോരാ, സ്വീകരിക്കാൻ മനസ്സുകൊണ്ട് കൂടി തോന്നണേ. നമുക്ക് ഓരോ കാര്യങ്ങൾ ഓരോരുത്തർ പറഞ്ഞു തരാൻ ചിലപ്പോൾ ഭഗവാൻ ഇങ്ങനെ അടുത്തൊക്കെ കൊണ്ടുവന്ന് നിർത്തി പലരിലൂടെയും നമുക്ക് ഓരോ കാര്യങ്ങൾ കിട്ടും. പക്ഷെ അതിനെ എടുക്കേണ്ട രീതിയിൽ എടുക്കാനായിട്ട് നമ്മുടെ മനസ്സ് തയ്യാറാവണ്ടേ. ചിലപ്പോൾ നമ്മൾ അതിനെ തള്ളിക്കളയും, അവഗണിച്ചങ്ങോട്ട് കളയും. ചിലപ്പോൾ നമ്മൾ അതിനെ എടുക്കും. അപ്പം ആ ഒരു തോന്നൽ വരണമെങ്കിൽ ഭഗവാന്റെ ഒരു അനുഗ്രഹം നമുക്കുണ്ടാവണം അല്ലേ. ആ ഒരു ഈശ്വരാനുഗ്രഹം, ഒരു ഗുരുത്വം നമുക്കുണ്ടായാൽ മാത്രമേ നമുക്ക് ആ ഒരു നമ്മൾക്ക് അറിയേണ്ട ഒരു കാര്യത്തെ നമ്മളിലേക്ക് കൊടുന്നു തരാൻ ഒരാൾ മുന്നിൽ വന്നാൽ പോലും, അയാൾ പറഞ്ഞാൽ പോലും അത് നമുക്ക് സ്വീകരിക്കാൻ തോന്നണമെങ്കിൽ ഒരു ഗുരുത്വം വേണം, ഒരു ഈശ്വരാനുഗ്രഹം വേണം. എന്നാൽ മാത്രമേ നമുക്കത് സംഭവം നമുക്ക് എടുക്കാൻ തോന്നുള്ളൂ. അപ്പം അതും എനിക്കുണ്ടായല്ലോ. എൻ്റെ തുറന്നിരിക്കുന്ന കർണരന്ധ്രങ്ങളിലൂടെ അങ്ങ് നൽകുന്ന ആ പരിശുദ്ധമായ ഉപദേശങ്ങളെ, ആ വാക്കുകളെ എൻ്റെ മനസ്സാൽ എനിക്ക് സ്വീകരിക്കാൻ പറ്റിയില്ലേ. അപ്പം ഞാൻ എത്ര ഭാഗ്യവാനാണ്. എനിക്ക് കിട്ടിയ അനുഗ്രഹങ്ങളിൽ ഏറ്റവും മഹത്തരമായ അനുഗ്രഹം അങ്ങയാൽ ഞാൻ ഉപദേശിക്കപ്പെട്ടു എന്നുള്ളത് തന്നെയാണ്. അങ്ങയുടെ മംഗളകരമായ ആ പാദധൂളികളിൽ ഈ ശിരസ് കൊണ്ടൊന്ന് സ്പർശിക്കാൻ സാധിച്ച ഞാൻ എത്ര ഭാഗ്യവാനാണ്. അതുപോലെ അലൗകിക സുഖങ്ങളിൽ ആസക്തരായി ജീവിക്കുന്ന മനുഷ്യർക്ക് ജീവിതയാത്രയിൽ ഒരിക്കലും കാണാൻ സാധിക്കാത്ത അത്രയും വലിയ ഭഗവാൻ മഹായോഗിയെ ഈ കണ്ണുകൊണ്ട് എനിക്ക് കാണാൻ സാധിച്ച ഞാൻ എത്ര ഭാഗ്യവാനാണ്. അതാണ് സ്വയംഭൂവന് പറഞ്ഞത്. ഇനി ശ്ലോകം 8. സഭവാൻ ദുഹിതൃസ്നേഹ പരിക്ലിഷ്ടാത്മനോ മമ ശ്രോതും അർഹസി ദീനസ്യ ശ്രാവിതം കൃപയാ മുനേ. ഇത്രയും പറഞ്ഞിട്ട് പറയാണ്, അങ്ങ് ഇത്രയും വലിയ മഹായോഗിയാ, പക്ഷെ ഞാൻ സഭവാൻ, അത്രയ്ക്കും അങ്ങനെയുള്ള അത്രയ്ക്കും മഹത്വമുള്ള അങ്ങ്, അതാണ് ഭവാൻ, അത്രമാത്രം മഹാത്മ്യമുള്ള അങ്ങനെയുള്ള അങ്ങ്, ദുഹിതൃസ്നേഹ പുത്രിയോടുള്ള സ്നേഹാധിക്യത്താൽ പരിക്ലിഷ്ട ദുഃഖം അനുഭവിക്കുന്ന മനസ്സോടുകൂടി നിൽക്കുന്ന ആത്മന മമ, അങ്ങനെയുള്ള മനസ്സോടുകൂടി നിൽക്കുന്ന എൻ്റെ ദീനമായ കാര്യങ്ങൾ, അതായത് ശ്രാവിതം, ഞാൻ പറയാൻ പോകുന്ന കാര്യത്തെ ശ്രോതും അർഹസി, കേൾക്കാൻ അങ്ങ് അർഹനാണ്. കൃപയ, ദയയോടെ കേൾക്കാൻ. മുനേ, അല്ലയോ മുനേ.
അപ്പം അലയോ മോനെ, അത്രയും മഹാത്മാവായിട്ടുള്ള അങ്ങ് ലൗകികമായ ഒരു ഗൃഹസ്ഥാശ്രമ ജീവിതം നയിക്കുന്ന എനിക്കൊരു പുത്രിയുണ്ട്. ആ പുത്രിയോടുള്ള സ്നേഹാധിക്യത്താൽ ദുഃഖം അനുഭവിക്കുന്ന ഒരു മനസ്സാണ്. അതായത് പെൺകുട്ടികൾ പ്രായപൂർത്തിയാകുമ്പോൾ എല്ലാ കുടുംബജീവിതം നയിക്കുന്ന എല്ലാ അച്ഛനമ്മമാരുടെ മനസ്സിലും ഒരു ആദി വരും. അവരുടെ ജീവിതം ആരെയായിരിക്കും ഭർത്താവായി കിട്ടുക, നന്നായി മകളെ നന്നായി അവർ സംരക്ഷിക്കുമോ എന്നൊക്കെ ഓർത്തിട്ട് എല്ലാ പെൺകുട്ടികളുടെ അച്ഛനമ്മമാരുടെ മനസ്സിലും ഒരു ആദിയുണ്ട്. അതാണ് ഇവിടെ പറയുന്നത്, ദുഹിതൃ സ്നേഹ പരിക്ലിഷ്ട ആത്മന, മകളോടുള്ള സ്നേഹാധിക്യത്താൽ അതിൻ്റെ ആദി കൊണ്ട് നിറഞ്ഞ മനസ്സോടുകൂടി ഇരിക്കുന്ന ഈ ഞാൻ ഇനി പറയാൻ പോകുന്ന എൻ്റെ ദീനമായ ഈ വാക്കുകളെ ദയവായി അങ്ങൊന്ന് ശ്രവിക്കാൻ, അങ്ങ് കേൾക്കാൻ അർഹനാകുന്നു എന്ന് പറയാണ്. ശ്ലോകം 9. പ്രിയവൃത ഉദ്ദാനപാദോ സ്വസാ ഇയം ദുഹിതാ മമ അന്വിച്ഛതി പതിം യുക്തം വയശീല ഗുണാദിഭിഹി. പ്രിയവൃത ഉത്താനപാദോ, പ്രിയവൃതൻ ഉത്താനപാദൻ എന്നിവരുടെ സഹോദരി, അവരുടെ സഹോദരി, ദുഹിത മമ എൻ്റെ പുത്രിയുമായ വയശീല ഗുണാദിഭി, അതായത് വയസ്സുകൊണ്ടും സ്വഭാവം ശീലം കൊണ്ടും മറ്റെല്ലാ ഗുണങ്ങൾ കൊണ്ടും പതി എന്ന് വെച്ചാൽ അവൾക്ക് അനുയോജ്യമായ ഒരു ഭർത്താവിനെ അന്വേഷിച്ചതി യുക്തം എന്ന് വെച്ചാൽ അനുയോജ്യമായ ഒരു ഭർത്താവിനെ ഞാൻ അന്വേഷിക്കുകയാണ് എന്ന്. അപ്പം എൻ്റെ മൂത്ത പുത്രന്മാരാണ് പ്രിയവൃതനും ഉത്താനപാദനും. അവരുടെ രണ്ടുപേരുടെ സഹോദരിയും അതുപോലെ എൻ്റെ പുത്രിയുമായ എൻ്റെ മകൾക്ക് അവൾ പ്രായം കൊണ്ടും ശീലം കൊണ്ടും മറ്റെല്ലാ ഗുണങ്ങൾ കൊണ്ടും അനുയോജ്യമായിരിക്കുന്ന അവൾക്ക് അനുയോജ്യനായ ഒരു ഭർത്താവിനെ അന്വേഷിച്ച് നടക്കുകയാണ് ഞാൻ. ശ്ലോകം 10. യഥാതു ഭവതഃ ശീലശ്രുതരൂപവയോ വയഃ ഗുണാൻ അശൃണാത് നാരദാത് ഏഷ ത്വയി ആസീത് കൃതനിശ്ചയ. ഇനി ഞാൻ അങ്ങയുടെ ആശ്രമത്തിൻ്റെ മുന്നിൽ വരാനൊരു കാരണമുണ്ട്. അതാണ് ഇവിടെ പറയുന്നത്. യഥാതു എപ്പോഴാണ്, ഭവതഃ അങ്ങയുടെ ശീലം, അതായത് അങ്ങയുടെ ആ സ്വഭാവം, ശീലം, ആ കുലീനമായ സ്വഭാവം, ശ്രുത അങ്ങ് നേടിയിട്ടുള്ള അറിവ് ജ്ഞാനം എത്രമാത്രമാണെന്ന്, രൂപ അങ്ങയുടെ രൂപം എങ്ങനെയുള്ളതാണ്, വയഹ അങ്ങയുടെ വയസ്സ് എത്രയാണ്, പ്രായം, മറ്റ് ഗുണാൻ അങ്ങയുടെ മറ്റെല്ലാ ഗുണങ്ങളെക്കുറിച്ചും. അപ്പോൾ ഭവാൻ വെച്ചാൽ മലയോ മഹർഷി, അങ്ങയുടെ അറിവ്, അങ്ങ് നേടിയിട്ടുള്ള അറിവ്, അങ്ങയുടെ ആ കുലീനമായ സ്വഭാവം, അങ്ങയുടെ രൂപം, അങ്ങയുടെ പ്രായം, അങ്ങയുടെ മറ്റെല്ലാ ഗുണഗണങ്ങളെയും മഹത്വങ്ങളെയും കുറിച്ച് നാരദാത് അശ്രണോത് നാരദ മഹർഷിയിൽ നിന്ന് കേട്ടിരിക്കുന്നു. ഏഷ എൻ്റെ മകൾ ആയതിനാൽ ത്വയി അങ്ങയിൽ കൃതനിശ്ചയ മനസ്സുറപ്പിച്ചവളായി ആസീത് മാറിയിരിക്കുന്നു അവള്. അപ്പം അതാണ് മകളുടെ മനസ്സിൽ ഭർത്താവായി അവൾ സ്വീകരിച്ചിരിക്കുന്നത് കർദമ മഹർഷിയാണ്. അപ്പം അത് അറിഞ്ഞുകൊണ്ട് തന്നെയാണ് അച്ഛനും അമ്മയും കർദമ മഹർഷിയുടെ ആശ്രമത്തിൻ്റെ മുന്നിലേക്ക് വന്നെത്തിയത്. അപ്പോൾ എൻ്റെ മകൾക്ക് അനുയോജ്യനായ ഒരു ഭർത്താവിനെ അന്വേഷിച്ച് നടക്കുകയാണ് ഞാൻ. അതിനേക്കാളുപരി അവൾ നാരദ മഹർഷിയിൽ നിന്ന് കേട്ടിരിക്കുന്നു, മഹർഷി അങ്ങയുടെ കുലീന സ്വഭാവം, അങ്ങയുടെ നേടിയിട്ടുള്ള അറിവുകൾ, ജ്ഞാനം, അങ്ങയുടെ പ്രായം, അങ്ങയുടെ രൂപം, അങ്ങയുടെ മറ്റെല്ലാ ഗുണങ്ങളെക്കുറിച്ചും മഹത്വങ്ങളെക്കുറിച്ചും നാരദ മഹർഷിയിൽ നിന്ന് അവൾ കേട്ടു. അന്നു മുതൽ അവൾ മനസ്സിൽ അങ്ങയെ കുടിയിരുത്തിയിരിക്കുകയാണ്. അങ്ങയിൽ മനസ്സുറപ്പിച്ചവളായിട്ടാണ് അവൾ ഇരിക്കുന്നത്. ഇനി ശ്ലോകം 11. തത് പ്രതീച്ച ദ്വിജ അഗ്രേ ഇമാം ശ്രദ്ധയാ ഉപഹൃതാം മയാ സർവാത്മന അനുരൂപാം തേ ഗൃഹമേധിഷു കർമ്മസു. തത് പ്രതീച്ച ദ്വിജ അഗ്രേ ഇമാം ശ്രദ്ധയോപഹൃതാം മയാ സർവാത്മനാനുരൂപാം തേ ഗൃഹമേധിഷു കർമ്മസു. തത് ആയതിനാൽ പ്രതീച്ച ദയവായിട്ട് അങ്ങ് സ്വീകരിച്ചാലും, ദ്വിജ അഗ്രേ അല്ലയോ ബ്രാഹ്മണന്മാരിൽ ശ്രേഷ്ഠനായ മഹർഷി. അപ്പം കർദമ മഹർഷിയെ വിളിക്കുകയാണ്, അല്ലയോ ബ്രാഹ്മണരിൽ ശ്രേഷ്ഠനായ മഹർഷി ദയവായി അങ്ങ് സ്വീകരിച്ചാലും, ഇമാം അവളെ
ശ്രദ്ധയാ ഉപാഹൃതം, പൂർണ്ണ വിശ്വാസത്തോടെ ഞാൻ സമർപ്പിക്കുന്നു. ഉപാഹൃതം എന്ന് വെച്ചാൽ മയാ ഉപാഹൃതം, എന്നാൽ സമർപ്പിക്കപ്പെട്ട എൻ്റെ മകളെ ആയതിനാൽ ദയവായി അങ്ങ് സ്വീകരിച്ചാലും. സർവാത്മനാ അനുരൂപാന്തേ, അവൾ അങ്ങേക്ക് എല്ലാ അർത്ഥത്തിലും അനുരൂപയായിരിക്കും, ചേർന്നവളായിരിക്കും. ഗൃഹമേദിഷു കർമ്മസു, അങ്ങയുടെ ഗൃഹകാര്യങ്ങളിലും കർമ്മങ്ങളിലും എല്ലാം അവൾ എല്ലാ അർത്ഥത്തിലും അങ്ങേക്ക് യോജിച്ച ഭാര്യയായിരിക്കും അവൾ. അപ്പോൾ ഞാൻ പൂർണ്ണ വിശ്വാസത്തോടു കൂടിയാണ് എൻ്റെ മകളെ അങ്ങേക്ക് സമർപ്പിക്കുന്നത്, ദയവായി അങ്ങ് സ്വീകരിച്ചാലും. ഇനി ശ്ലോകം 12 ഒരു തത്വം പറയാണ്. ശ്ലോകം 12 കേട്ടോ. ഉദ്യതസ്യ ഹി കാമസ്യ പ്രതിവാദഃ ന ശസ്യതേ അഭിനിർമുക്ത സംഗസ്യ കാമരക്തസ്യ കിം പുനഃ. അതായത് നിർമുക്ത സംഗസ്യ എന്ന് വെച്ചാൽ അർത്ഥം എന്നറിയും. ഒരു സംഘം ചേരുക എന്ന് പറഞ്ഞാൽ ഒട്ടിച്ചേരുക, അറ്റാച്ച്മെൻ്റ് എന്ന് പറയില്ലേ നമ്മളത്. അതിൽ നിന്നൊക്കെ പൂർണ്ണമായും മുക്തനായിട്ടിരിക്കുന്ന ഒരു യോഗി അവസ്ഥയിലെത്തിയിരിക്കുന്ന, സകല ആഗ്രഹങ്ങളിൽ നിന്നും ഇന്ദ്രിയ ആസക്തികളിൽ നിന്നൊക്കെ മുക്തനായിരിക്കുന്ന, എല്ലാ അറ്റാച്ച്മെൻറ്റുകളും വിട്ടിരിക്കുന്ന ഒരു വ്യക്തി, ഒരു യോഗിയാണെങ്കിൽ പോലും ഉദ്യതസ്യ എന്ന് വെച്ചാൽ പ്രകൃതിദത്തമായി വന്നു ചേരുന്ന കാമസ്യ, അദ്ദേഹത്തിൻ്റെ എന്തെങ്കിലും ആഗ്രഹങ്ങൾ, കാര്യങ്ങൾ, പ്രതിവദഃ അത് നിരസിക്കുന്നത് ന ശസ്യതേ, ഭൂഷണമല്ല, അത് ശരിയല്ലാത്തൊരു കാര്യമാണ്. അപ്പോൾ പിന്നെ കാമരക്തസ്യ, എല്ലാവിധ ആസക്തികളോടുകൂടി ജീവിക്കുന്ന ലൗകികരുടെ കാര്യം കിം പുനഃ, പറയേണ്ടതുണ്ടോ എന്നാണ് ചോദിക്കുന്നത്. അതായത് ഒരു പൊതുവായ തത്വം പറയാണ്. അതായത് ഒരു പൂർണ്ണമായും മുക്തനായിട്ട്, എല്ലാ ആഗ്രഹങ്ങളിൽ നിന്നും അറ്റാച്ച്മെൻറ്റിൽ നിന്നൊക്കെ മുക്തനായിട്ടിരിക്കുന്ന ഒരു യോഗിയാണെങ്കിൽ പോലും അദ്ദേഹം ഒന്നിനു വേണ്ടിയും ശ്രമിക്കാതെ വെറുതെ ഇരിക്കുമ്പോൾ അദ്ദേഹത്തിലേക്ക് ഈശ്വര സ്വയമേ വന്നു ചേരുന്ന ഒരു സൗഭാഗ്യം അല്ലെങ്കിൽ ഒരു കാര്യം, അതിനെ നിരസിക്കുന്നത്, അപ്പം അത് പ്രകൃതി നിശ്ചയമാണ്. ആ പ്രകൃതിയാണ് അത് നമ്മുടെ മുന്നിലേക്ക് കൊണ്ടുവരുന്നത്. അപ്പം അത് നിരസിക്കുന്നത് ആ ഒരു യോഗിയാണെങ്കിൽ പോലും അത് ഭൂഷണമല്ല, അത് ശരിയായൊരു കാര്യമല്ല. അപ്പോൾ പിന്നെ ലൗകികരായിട്ട് ജീവിക്കുന്ന ആളുകളുടെ കാര്യം പറയേണ്ട ആവശ്യമുണ്ടോ? അപ്പോൾ അത് ഒരിക്കലും പറയേണ്ട ആവശ്യമില്ല. കാരണം അവർക്ക് ഒരുപാട് ആഗ്രഹങ്ങൾ ഉണ്ടാവും, ഒരുപാട് സ്വപ്നങ്ങളും ഒക്കെ ആയിട്ട് ഭൗതികമായ ജീവിതം, ലൗകിക ജീവിതത്തിൽ ഒരുപാട് സ്വപ്നങ്ങളും ആഗ്രഹങ്ങളോടും കൂടി ജീവിക്കുന്നവരായിരിക്കും. അപ്പോൾ അവർ തീർച്ചയായും അത് സ്വീകരിക്കും. അപ്പോൾ അതാണ് ഇവിടെ പറയുന്നത്, ഒരു ഒന്നിനോട് അറ്റാച്ച്മെൻ്റ് ഇല്ലാതിരിക്കുന്ന ഒരു യോഗിയാണെങ്കിൽ പോലും ഈശ്വരേച്ഛയാൽ അദ്ദേഹത്തിൻ്റെ മുന്നിലേക്ക് ഒരു സൗഭാഗ്യം വന്നുവിടുമ്പോൾ അത് തട്ടിക്കളയുന്നത്, അത് നിരസിക്കുന്നത് ശുഭമായിട്ടുള്ളൊരു കാര്യമല്ല. അപ്പോൾ അത് സ്വീകരിക്കണം എന്നത് തന്നെയാണ് എന്നാണ് പറയുന്നത്. അപ്പോൾ അവിടെ എന്താ അങ്ങനെ? അപ്പോൾ പിന്നെ ഒരു ആഗ്രഹത്തോടു കൂടി ഇരിക്കുന്ന ആളുടെ കാര്യം പറയേണ്ടതില്ലല്ലോ എന്ന് പറയാൻ കാരണം എന്താണെന്ന് വെച്ചാൽ, സ്വയംഭൂമനു കേട്ടിരിക്കുന്നു കർദമ മഹർഷി ഒരു വിവാഹം കഴിക്കാൻ ആഗ്രഹിക്കുന്നുണ്ട് എന്ന് കേട്ടിട്ടുണ്ട്. ആ കേട്ടറിവുള്ളത് കൊണ്ടാണ് ഇവിടെ അങ്ങയുടെ ഉള്ളിൽ ആഗ്രഹം അതാണല്ലോ. അപ്പം അങ്ങ് ഒരു കാരണവശാലും ഞാൻ ഈ പറഞ്ഞ ആവശ്യത്തെ അങ്ങ് തട്ടിക്കളയരുത്, എൻ്റെ മകളെ ദയവായി സ്വീകരിക്കണം എന്നാണ് പറയുന്നത്. ഒരു ആഗ്രഹവും ഇല്ലാത്തവർ പോലും ഈശ്വരേച്ഛയാൽ വന്നു ചേരുന്ന സൗഭാഗ്യത്തെ സ്വീകരിക്കും. അപ്പോൾ പിന്നെ അങ്ങയുടെ മനസ്സിൽ ഒരു നല്ല അനുയോജ്യയായ ഭാര്യയെ കിട്ടണം, വിവാഹം കഴിക്കണം എന്നൊരാഗ്രഹത്തോടു കൂടി നിൽക്കുന്ന വ്യക്തിക്ക് തീർച്ചയായിട്ടും അത് തട്ടിക്കളയേണ്ട ആവശ്യമില്ല, അത് പൂർണ്ണമായും സ്വീകരിക്കാം. കാരണം അങ്ങ് അന്വേഷിച്ച് അങ്ങോട്ട് ചെന്നതല്ല, ഞങ്ങളാണ് ഇങ്ങോട്ട് വന്നിരിക്കുന്നത്. അപ്പോൾ മുന്നിലെത്തിയിരിക്കുന്ന ആ സൗഭാഗ്യത്തെ തീർച്ചയായിട്ടും അങ്ങേക്ക് സ്വീകരിക്കാം. അപ്പോൾ ആ അർത്ഥത്തിലാണ് ഈ ഒരു തത്വം അവിടെ സ്വയംഭൂമന് പറയുന്നത് കേട്ടോ. ശ്ലോകം 13. യ ഉദ്യതം അനാദൃത്യ കീനാശം അഭിയാചതേ ക്ഷീയതേ തത് യശ സ്ഫീതം മാനഹ ച അവജ്ഞയാ ഹതഃ. അതായത് അങ്ങനെ തട്ടി കളഞ്ഞാൽ, അങ്ങനെ നിരസിച്ചാൽ അത് വലിയൊരു തെറ്റാണെന്നാണ് പറയുന്നത് കേട്ടോ. യഹ, ഏതൊരുവനാണോ ഉദ്യതം സ്വയം വന്നു ചേരുന്ന ആ ഒരു സൗഭാഗ്യത്തെ അനാദൃത്യ, ഒരു ആദരവും കാണിക്കാതെ തട്ടിക്കളയുന്നത്, എന്നിട്ട് കീനാശം എന്ന് വെച്ചാൽ എന്താണ്? ഒരു പിശുക്കൻ, അല്ലെങ്കിൽ മറ്റുള്ളവർക്ക് കൊടുക്കാൻ ഇഷ്ടമില്ലാത്ത ഒരു ലുബ്ധൻ്റെ അടുത്ത് ചെന്നിട്ട് അഭിയാചതേ, യാചിക്കാൻ നിൽക്കുന്ന, അതായത് സ്വന്തം മുന്നിലേക്ക് വന്ന സൗഭാഗ്യത്തെ പുറങ്കാലോട്ട് തട്ടിക്കളഞ്ഞിട്ട് പിന്നെ മറ്റുള്ളവരുടെ മുന്നിൽ പോയിട്ട് അതിനും ഇതിനും അവൻ്റെ ആഗ്രഹം സാധിക്കാൻ വേണ്ടി യാചിച്ചു നിൽക്കുന്നവൻ ക്ഷീയതേ തത് യശഃ, അവൻ്റെ സകല യശസ്സും ക്ഷയിച്ചു പോകുന്നു. ഇനി അത് മാത്രമല്ല
സ്ഫീതം എന്ന് വെച്ചാൽ പ്രസിദ്ധമാകേണ്ട മാനഹാച്ച, മാനം, അഭിമാനം, അവൻ്റെ അഭിമാനം ഈ നമ്മൾ ആരുടെ മുന്നിലാണോ യാചിക്കുന്നത്, കൈ നീട്ടുന്നത്, അയാൾ അപ്പോൾ അവരിങ്ങനെ വില കുറച്ച് കാണിക്കല്ലോ, ആ അവഗണന, ആ അവജ്ഞയാൽ ഹതഹ, ഇവൻ്റെ അഭിമാന ബോധവും അവിടെ നശിച്ചു പോകുന്നു എന്ന്. അപ്പോൾ ഏതൊരുവനാണോ അവൻ്റെ കൺമുന്നിൽ പ്രകൃതി എന്താണോ അവൻ്റെ മുന്നിൽ കൊണ്ടുവരുന്ന ആ സൗഭാഗ്യം അതിനെ സ്വീകരിക്കാതെ തട്ടിക്കളഞ്ഞിട്ട് അവൻ്റെ മനസ്സിലെ ആഗ്രഹങ്ങൾക്ക് വേണ്ടി മറ്റുള്ളവരുടെ മുന്നിൽ പോയി കൈ നീട്ടുന്നത്, അതോടെ അവൻ്റെ യശസ്സും ക്ഷയിച്ചു പോകുന്നു. അവൻ്റെ മാനാഭിമാന ചിന്തകളൊക്കെ അവർ കൊടുക്കുന്ന അവഗണന കേട്ടിട്ട് നശിച്ചു പോകുന്നു. അതാണ് പറഞ്ഞത്. അപ്പോൾ തീർച്ചയായിട്ടും അങ്ങ് എൻ്റെ പുത്രിയെ സ്വീകരിക്കണം, അങ്ങ് ഉപേക്ഷിക്കരുത്, തള്ളിക്കളയരുത് എന്നാണ് പറഞ്ഞത്. ശ്ലോകം 14. അഹം ത്വാം അശ്രണവം വിദ്വാൻ വിവാഹാർത്ഥം സമുദ്യതം അധസ്ത്വം ഉപകുർവാണ പ്രത്താം പ്രതിഗൃഹാണമേ. അഹം ത്വാം അശ്രണവം വിദ്വാൻ വിവാഹാർത്ഥം സമുദ്യതം അധഃ ത്വം ഉപകുർവാണ പ്രത്താം പ്രതിഗൃഹാണമേ. അഹം ഞാൻ, ത്വാം അങ്ങ്, അശ്രണവം കേട്ടു, ഞാൻ കേട്ടിരിക്കുന്നു, ത്വാം അങ്ങ്, വിദ്വൻ അല്ലയോ ജ്ഞാനിയായ മഹർഷേ, വിവാഹാർത്ഥം സമുദ്യതം അങ്ങ് വിവാഹം കഴിക്കാൻ തയ്യാറെടുക്കുകയാണെന്ന് ഞാൻ കേട്ടിരിക്കുന്നു. അപ്പോൾ സ്വയംഭൂമന് പറയാണ്, ഞാൻ കേട്ടിരിക്കുന്നു അങ്ങിപ്പോൾ വിവാഹം കഴിക്കാൻ തയ്യാറെടുക്കുകയാണെന്ന്. അധഃ ആയതിനാൽ, ത്വം അങ്ങ്, ഉപകുർവാണ അതായത് നിത്യബ്രഹ്മചാരിയായി കഴിയാൻ ആഗ്രഹിക്കാത്ത, പ്രതിജ്ഞ എടുത്തിട്ടില്ലാത്ത അങ്ങ്, പ്രത്താം എന്ന് വെച്ചാൽ അങ്ങേക്ക് ഞാൻ നൽകുന്നു, പ്രതിഗൃഹാണമേ എൻ്റെ മകളെ അങ്ങ് സ്വീകരിച്ചാലും എന്നാണ് പറഞ്ഞത്. ഞാൻ കേട്ടിട്ടുണ്ട് അങ്ങ് വിവാഹം കഴിക്കാൻ ആഗ്രഹിക്കുന്നു എന്ന്. മകളുടെ മനസ്സിലും അങ്ങയെയാണ് ഭർത്താവായി സ്വീകരിച്ചിരിക്കുന്നത്. അതുകൊണ്ട് ഒരു നിത്യബ്രഹ്മചാരിയായി കഴിയാൻ ആഗ്രഹിക്കാത്ത അങ്ങ് തീർച്ചയായിട്ടും എൻ്റെ പുത്രിയെ ഭാര്യയായിട്ട് സ്വീകരിച്ചാലും. ശ്ലോകം 15. ഇത്രയും കേട്ട് കഴിഞ്ഞപ്പോൾ കർദമ മഹർഷി മറുപടി കൊടുക്കുകയാണ് കേട്ടോ. ഋഷിരുവാച ഭാടം ഉദ്യോതം കാമഹ അഹം അപ്രമത്ത ച തവാത്മജ ആവയോഃ അനുരൂപഃ അസൗ അദ്യ വൈവാഹികഃ വിധിഃ. ഭാടം ഉദ്യോതം കാമഹ അഹം അപ്രമത്ത ച തവാത്മജ ആവയഃ അനുരൂപഃ അസൗ ആദ്യ വൈവാഹികഃ വിധിഃ. ഭാടം തീർച്ചയായിട്ടും കർദമ മഹർഷി പറയാണ്, തീർച്ചയായിട്ടും ഉദ്യോതം കാമഹ അതായത് ഉദ്യോതം കാമഹ എന്ന് വെച്ചാൽ വിവാഹിതനാകാൻ ആഗ്രഹിക്കുന്ന, അതാണ് ഉദ്യോതം കാമഹ എന്ന് വെച്ചാൽ വിവാഹം കഴിക്കാൻ ആഗ്രഹിക്കുന്ന, അഹം ഞാൻ, അപ്രമത്ത ച തവാത്മജ അപ്രമത്ത എന്ന് വെച്ചാൽ മറ്റാർക്കും വാക്കു കൊടുത്തിട്ടില്ലാത്ത അങ്ങയുടെ പുത്രിയെ വിവാഹം കഴിക്കാൻ ഞാൻ തയ്യാറാണ്. എന്നിട്ട് പറയാണ്, അത് അസൗ അദ്യഹ ആയതിനാൽ ആദ്യം വൈവാഹിക വിധി, അതായത് വേദവിധി പ്രകാരമുള്ള ഒരു വിവാഹ കർമ്മത്തിലൂടെ ആവയോഹോ നമുക്ക് രണ്ടു കൂട്ടർക്കും അനുയോജിതമായ രീതിയിൽ ആ വിവാഹ കർമ്മത്തിലൂടെ ഇത് ഞങ്ങളെ ഒന്നിപ്പിക്കുക എന്നാണ് അദ്ദേഹം പറഞ്ഞത്. അപ്പോൾ കർദമ മഹർഷി ആദ്യം തന്നെ സമ്മതിച്ചു, തീർച്ചയായും. കാരണം അദ്ദേഹം അറിയാലോ, അദ്ദേഹം ഭഗവാൻ നിർദ്ദേശം കിട്ടിയിട്ടുണ്ട്, അപ്പോൾ കാത്തിരിക്കുകയായിരുന്നു. തീർച്ചയായിട്ടും വിവാഹം കഴിക്കാൻ ആഗ്രഹിക്കുന്ന ഞാൻ മറ്റൊരാൾക്കും വാക്കു കൊടുത്തിട്ടില്ലാത്ത അങ്ങയുടെ പുത്രിയെ വിവാഹം കഴിക്കാൻ തയ്യാറാണ്. അതുകൊണ്ട് തന്നെ വൈദിക വിധിപ്രകാരമുള്ള ഒരു വിവാഹ കർമ്മത്തിലൂടെ ഞങ്ങളുടെ രണ്ടുപേരെയും വിവാഹം ഒന്നിപ്പിക്കുക തന്നെ വേണമെന്ന് അദ്ദേഹവും സമ്മതിച്ചു. ശ്ലോകം 16. എന്നിട്ട് ദേവഹൂതിയുടെ വിശേഷണത്തെക്കുറിച്ച് പറയുകയാണ് ഇവിടെ കർദമ മഹർഷി. കാമസഹ ഭൂയാത് നരദേവ തേ അസ്യ പുത്ര്യാ സമാംനായ വിധൗ പ്രതീതഃ കായേവ തേ തനയാം ന അദ്രിയേത സ്വയാ ഏവ കാന്ത്യാ ക്ഷിപതീമിവ ശ്രിയം. കാമസഹ ഭൂയാത് അതായത് തേ അസ്യ അങ്ങയുടെ തേ അസ്യ അങ്ങയുടെ പുത്രി സമാംനായ വിധൗ പ്രതീത വൈദിക വിധി പ്രകാരമുള്ള അങ്ങയുടെ പുത്രിയുടെ മനസ്സിലുള്ള കാമസഹ എല്ലാ
ആഗ്രഹങ്ങൾ. ഏതൊരു പെൺകുട്ടിയുടെയും മനസ്സിലുണ്ടാവുമല്ലോ, വിവാഹം ഇങ്ങനെ നടക്കണം, വിവാഹ ജീവിതം ഇങ്ങനെയൊക്കെ ആയിരിക്കണം എന്നൊക്കെയുള്ള കുറേ സ്വപ്നങ്ങളും ആഗ്രഹങ്ങളും ഉണ്ടാവില്ലേ. അതാണ് പറയുന്നത്, അങ്ങയുടെ പുത്രിയുടെ മനസ്സിലുള്ള സമാംനായ വിധൗ പ്രതീത, വൈദിക വിധി പ്രകാരമുള്ള എല്ലാ ആഗ്രഹങ്ങളും ഭൂയാത്, ഇവിടെ നിറവേറപ്പെടട്ടെ. നരദേവ, അല്ലയോ രാജാവേ. അപ്പം ഈ വിവാഹത്തിലൂടെ അങ്ങയുടെ പുത്രിയുടെ മനസ്സിലുള്ള വിവാഹവും അതുമായി ബന്ധപ്പെട്ട എല്ലാ ആഗ്രഹങ്ങളും അങ്ങനെ നിറവേറ്റപ്പെടട്ടെ. എന്നിട്ട് പറയാണ്, കഹ ഏവ, ആർക്കാണ്, തേ തനയാം, അങ്ങയുടെ പുത്രിയുടെ ന അദ്രിയേത എന്ന് വെച്ചാൽ അങ്ങയുടെ പുത്രിയോട് ആർക്കാണ് ഒരു ആരാധന തോന്നാത്തത്? കാരണം സ്വയായേവ കാന്ത്യ, സ്വയം തന്നെ ആ ശരീരത്തിൻ്റെ കാന്തി കണ്ടും, ക്ഷിപതിയും ഇവ ശ്രിയം എന്ന് വെച്ചാൽ ആഭരണങ്ങളുടെ ക്ഷിപതി, ശോഭയെ പോലും ഇല്ലാതാക്കുന്ന, നശിപ്പിച്ച് കളയുന്ന കാന്തി, ശോഭ, പ്രകാശമുള്ള അത്രമാത്രം കാന്തിയോടുകൂടി ഇരിക്കുന്ന ദേവഹൂതിയോട് ആർക്കാണ് ഒരു ആരാധന തോന്നാത്തത് എന്നാണ് പറഞ്ഞത്. അപ്പം ഈ വിവാഹത്തിലൂടെ അങ്ങയുടെ പുത്രിയുടെ മനസ്സിലുള്ള എല്ലാ ആഗ്രഹങ്ങളും പൂർത്തീകരിക്കപ്പെടട്ടെ. അങ്ങയുടെ പുത്രി സ്വയമേവ തൻ്റെ ശരീരത്തിൻ്റെ കാന്തി കൊണ്ട്, ഇനി ഒരു ആഭരണം അണിയേണ്ട ആവശ്യമില്ല, ആഭരണങ്ങളുടെ കാന്തിയെ പോലും ക്ഷയിപ്പിച്ചു കളയുന്ന, ഇല്ലാതാക്കി കളയുന്ന, കുറച്ചു കളയുന്ന അത്രമാത്രം കാന്തിയുള്ളവളാണ്, ഭംഗിയുള്ളവളാണ്, ഐശ്വര്യമുള്ളവളാണ് ദേവഹൂതി. അതുകൊണ്ട് അങ്ങയുടെ പുത്രിയോട് ആർക്കാണ് ഒരു ആരാധന തോന്നാത്തത് എന്ന് പറഞ്ഞിട്ട് അതിനൊരു ഉദാഹരണം പറയുകയാണ്. ശ്ലോകം 17 യാം ഹർമ്യപൃഷ്ടേ കൊണത് അംഗ്രിശോഭാം വിക്രീഡതീം കന്തുക വിഹ്വലാക്ഷീം വിശ്വാവസു ന്യപതത് സ്വാദ് വിമാനാത് വിലോക്യ സമ്മോഹ വിമൂഢചേത. യാം ഹർമ്യപൃഷ്ടേ കൊണദംഗ്രിശോഭാം വിക്രീഡതീം കന്തുക വിഹ്വലാക്ഷീം വിശ്വാവസു ന്യപതത് സ്വാദ് വിമാനാത് വിലോക്യ സമ്മോഹ വിമൂഢചേത. അതാണ് പറയുന്നത്, യാം, ആ ദേവഹൂതിയെ വിലോക്യ, കണ്ടിട്ട്. അപ്പം എങ്ങനെയായിരുന്നു കണ്ടത്? ഹർമ്യപൃഷ്ഠേ, അതായത് അങ്ങയുടെ സ്വയംഭൂമനുവിൻ്റെ കൊട്ടാരത്തിൻ്റെ മട്ടുപ്പാവിലെ ആ ഒരു കളിസ്ഥലത്ത് കൊണദംഗ്രി ശോഭ, അതായത് കാലിൽ കിടക്കുന്ന പാദസരത്തിൻ്റെ കിലുക്കത്താൽ ശോഭ കൂട്ടുന്ന കന്തുക വിഹ്വലാക്ഷി, വിക്രീഡതി എന്ന് വെച്ചാൽ കളിച്ചുകൊണ്ടിരിക്കുക. കന്തുക വിഹലാക്ഷി, പന്ത് കളിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പം നമ്മുടെ സ്വന്തം കൊട്ടാരത്തിലെ പട്ടുപ്പാവില് പന്ത് കളിച്ചുകൊണ്ടിരിക്കുക. അപ്പം കന്തുക വിഹലാക്ഷി എന്ന് വെച്ചാൽ പന്തിങ്ങനെ പോകുമ്പോൾ പന്തിലേക്കാണല്ലോ നോട്ടം. അപ്പോൾ പന്തിൻ്റെ പിന്നാലെ കണ്ണുകൾ ഓടിപ്പിച്ച് ആ പന്തിങ്ങനെ കളിക്കാനായിട്ട് ഓടുമ്പോൾ കാലിലെ പാദസരങ്ങളുടെ കിലുക്കം, ആ കിലുക്കത്താൽ ശബ്ദം കൊണ്ടും ശോഭയേറിയ അങ്ങയുടെ പുത്രിയെ കണ്ടിട്ട്, വിലോക്യാന്ന് വെച്ചാൽ കണ്ടിട്ട്, വിശ്വാവസു എന്ന ഗന്ധർവൻ സ്വദ്വിമാനാത്, ആകാശത്തിലൂടെ വിമാനത്തിലൂടെ പോകുമ്പോൾ നിബദ്ധത്, താഴെ വീണു, സമ്മോഹ വിമൂഢചേത, അവളെ കണ്ടു മോഹിച്ച് മനസ്സ് മയങ്ങിപ്പോയിട്ട് സ്വന്തം വിമാനത്തിൽ നിന്ന് പോലും താഴെ വീണതായിട്ട് കേട്ടിട്ടുണ്ടെന്ന്. അത്രയ്ക്കും സൗന്ദര്യമുള്ള സ്ത്രീയാണ് എന്നാണ് പറയുന്നത്. അപ്പോൾ സ്വന്തം കൊട്ടാരത്തിൻ്റെ മട്ടുപ്പാവിലെ പന്ത് കളിച്ചുകൊണ്ടിരിക്കുമ്പോൾ പാദസരത്തിൻ്റെ കിലുക്കത്താലും ആ പന്തിൻ്റെ പിന്നാലെ പോകുന്ന കണ്ണിൻ്റെ ആ നോട്ടമുണ്ടല്ലോ, ആ കണ്ണുകളുടെ അനക്കത്താലും അത്രയും സുന്ദരിയായിരിക്കുന്ന ദേവഹൂതിയെ കണ്ടിട്ട് വിശ്വാവസു എന്ന ഗന്ധർവൻ ആകാശത്തിലൂടെ സ്വന്തം വിമാനത്തിൽ യാത്ര ചെയ്യുമ്പോൾ അവളെ കണ്ട് മയങ്ങിയിട്ട് ആ സ്വന്തം വിമാനത്തിൽ നിന്ന് താഴെ പതിച്ചതായും കേട്ടിട്ടുണ്ട്. അങ്ങനെയുള്ള അങ്ങയുടെ പുത്രിയെ ആരാണ് വേണ്ട എന്ന് പറയാം എന്നാണ് ആ ചോദിക്കുന്നത്. ശ്ലോകം 18 താം പ്രാർത്ഥയന്തീം ലലനാലലാമം ആസേവിത ശ്രീചരണേ അദൃഷ്ടാം വത്സാം മനോഹോ ഉച്ചപദ സ്വസാരം കഹ ന അനുമന്യേത ബുധഃ അഭിയാദാം. താം പ്രാർത്ഥയന്തി ലലനാലലാമം ആസേവിത ശ്രീചരണേ അദൃഷ്ടാം വത്സാം മനോ ഉച്ചപദ സ്വസാരം കഹ ന അനുമന്യേത ബുധഃ അഭിയാദാം. അതായത് താം പ്രാർത്ഥയതി, അങ്ങനെയുള്ള ആ ദേവഹൂതിയുടെ ആഗ്രഹം, അത് ദേവഹൂതിയുടെ പ്രത്യേകതയാണ് ഇനി പറയുന്നത്. ലലനാലലാമം, സ്ത്രീകൾക്ക് അലങ്കാരമായിട്ടുള്ളവളും, ആസേവിത ശ്രീചരണേ അദൃഷ്ടാം, ശ്രീ ലക്ഷ്മി ദേവിയുടെ ചരണം, പാദങ്ങളെ ആശ്രയിക്കാത്തവർക്ക് അദൃഷ്ടാം, കാണാൻ കഴിയാത്തവളും, സ്ത്രീകളിൽ തന്നെ അലങ്കാരമായവളും,
വത്സാം മനു സ്വയംഭുവ മനുവിൻ്റെ പുത്രിയും ഉച്ചപദ സുസാരം, അതായത് ഉത്താനപാദ മഹാരാജാവിൻ്റെ സഹോദരിയുമായിട്ടുള്ള കഹ ആ ദേവഹൂതിയുടെ പ്രാർത്ഥയന്തി, അവളുടെ ആഗ്രഹത്തോടു കൂടിയിട്ട് വന്നു നിൽക്കുന്ന അവളെ കഹ ആരാണ് അനുമന്യത സ്വാഗതം സ്വീകരിക്കാത്തത്? ബുധഃ അഭിയാത എന്ന് വെച്ചാൽ ബുധ എന്ന് വെച്ചാൽ നല്ല അറിവുള്ളൊരു മനുഷ്യൻ. അഭിയാത എന്ന് വെച്ചാൽ തൻ്റെ മുന്നിൽ വന്ന് നിന്നാൽ ആരാണ് സ്വീകരിക്കാത്തത് എന്ന്. അപ്പോൾ സ്ത്രീകളിൽ അലങ്കാരമുള്ളവളും ലക്ഷ്മി ദേവിയുടെ തൃപ്പാദങ്ങളിൽ ആശ്രയിക്കാത്തവർക്ക് എന്ന് വെച്ചാൽ ആ ഒരു അഹങ്കാരത്തിലിരിക്കുന്നവർക്ക് എന്നർത്ഥം. അവർക്കൊരിക്കലും കാണാൻ കഴിയാത്തവളും മനുവിൻ്റെ പുത്രിയും ഉത്താനപാദൻ്റെ സഹോദരിയുമായിട്ടുള്ള അങ്ങയുടെ പുത്രിയുടെ ഈ ഒരു ആഗ്രഹം, ഈ ആഗ്രഹത്തോടു കൂടി അവൾ മുന്നിൽ വന്ന് നിൽക്കുമ്പോൾ ബുദ്ധിയുള്ള ഏതൊരു മനുഷ്യനാണ് അവളെ സ്വീകരിക്കാതിരിക്കുന്നത് എന്ന് പറഞ്ഞു. ഇനി ശ്ലോകം 19. പക്ഷേ ഇതൊക്കെ പറഞ്ഞെങ്കിലും കൂടിയിട്ട് കർദമ മഹർഷി അവസാനം ഒരു ഉപാധി വെക്കുകയാണ്. ഇങ്ങനെയാണെങ്കിൽ മാത്രമേ ഈ വിവാഹം നടക്കുള്ളൂ എന്ന്. ആ ഉപാധി ഇതാണ് കേട്ടോ. ശ്ലോകം 19. അതോ ഭജിഷ്യേ സമയേന സാധ്വീം യാവത് തേജോ ബിഭ്രയാത് ആത്മനഃ മേ അതോ ധർമാൻ പാരമഹംസ്യ മുഖ്യാൻ ശുക്ലപ്രോക്താൻ ബഹുമാനേ അവിഹിംസ്രാൻ അതഹ ആയതിനാൽ. അപ്പം അങ്ങനെ ആരാണ് സ്വീകരിക്കാത്തത് അവളെ എന്ന് പറഞ്ഞിട്ട് ആയതിനാൽ ഭജിഷ്യേ ഞാൻ സ്വീകരിക്കുന്നു. സമയേന സാധ്വി പരിശുദ്ധയായ ഇവളെ സമയേന ഉപാധിയിൽ മേൽ, ഒരു ഉപാധി ഞാൻ പറയുകയാണ്, ആ ഉപാധിയിൽ മേൽ ഞാൻ അവളെ ഭാര്യയായി സ്വീകരിക്കുന്നു. ആ ഉപാധി ഇതാണ്. യാവത് തേജോ മേ ആത്മന മേ എൻ്റെ ശരീരത്തിൽ നിന്നും വരുന്ന യാവത് തേജോ ഏതൊരു വീര്യത്തിൽ നിന്നാണ് ബിഭ്രയാത് അവൾ ഗർഭം ധരിക്കുന്നത്, അതോടെ അതഹ അതിനുശേഷം ധർമാൻ പരമഹംസ മുഖ്യാൻ പരമഹംസന്മാരായ യോഗികളുടെ ധർമ്മം എന്താ? സന്യാസം. ആ സന്യാസധർമ്മത്തെ ഞാൻ സ്വീകരിക്കും. അപ്പോൾ ശുക്ലപ്രോക്താൻ മഹാവിഷ്ണു ഭഗവാൻ പോലും ബഹുമാനേ അവിഹിംസ്രാൻ എന്ന് വെച്ചാൽ ഒരൽപ്പം പോലും കലർപ്പില്ലാത്ത ഈ ഒരു കാര്യത്തെ ഭഗവാനാൽ ഉപദേശിക്കപ്പെട്ടിരിക്കുന്നതാണ്, ഭഗവാൻ പറഞ്ഞിട്ടുള്ളതാണത്. ആ ഒരു ആശ്രമത്തെ പിന്നെ ഞാൻ സ്വീകരിക്കും. അപ്പോൾ സ്ഥിരമായിട്ട് ഗൃഹസ്ഥാശ്രമിയായിട്ട് മകളുടെ കൂടെ ഞാൻ ഉണ്ടാവില്ല. എൻ്റെ തേജസ്സിൽ, എൻ്റെ വീര്യത്തിൽ നിന്ന് ദേവഹൂതി എപ്പോഴാണോ ഗർഭം ധരിക്കുന്നത്, അതോടെ ഞാൻ എൻ്റെ ഈ ഒരു ഗൃഹസ്ഥാശ്രമം എന്ന പ്രജാസൃഷ്ടി എന്ന കർമ്മം അവസാനിപ്പിച്ചിട്ട് ഞാൻ ഒരു പരമഹംസ യോഗികളുടെ ധർമ്മമായ സന്യാസം എന്ന ധർമ്മത്തെ ഞാൻ സ്വീകരിക്കും. അത് ഭഗവാനാൽ ഉപദേശിക്കപ്പെട്ടിരിക്കുന്നതാണ്. ഒരു അവിഹിംസ്രാൻ എന്ന് വെച്ചാൽ കൽമഷമില്ലാത്ത, ഒരൽപ്പം പോലും കലർപ്പില്ലാത്ത ഏറ്റവും ശ്രേഷ്ഠമായ ആ ധർമ്മത്തെ ഞാൻ ഭഗവാനാൽ ഉപദേശിക്കപ്പെട്ട ആ ധർമ്മത്തെ ഞാൻ സ്വീകരിക്കും. അതാണ് ഉപാധി. അപ്പം സ്ഥിരമായിട്ടുണ്ടാവില്ല എന്ന് തന്നെ അദ്ദേഹം ഉറപ്പിച്ചു പറയാണ്. ഈ ഒരു ഇതോട് കൂടിയിട്ട് പിന്നെ ഉണ്ടാവില്ല എന്ന് വെച്ചാൽ ഗൃഹസ്ഥാശ്രമിയായിട്ടുണ്ടാവില്ല എന്ന്, അദ്ദേഹം സന്യാസിയായിരിക്കും, പിന്നെ സന്യാസധർമ്മത്തെ സ്വീകരിക്കും എന്നാണ് ആ പറഞ്ഞതിൻ്റെ അർത്ഥം. അപ്പോൾ ആ ഒരു ഉപാധിയിന്മേൽ അങ്ങയുടെ പുത്രിയെ ഞാനിതാ ഭാര്യയായി സ്വീകരിക്കാൻ തയ്യാറാണ് എന്ന് അദ്ദേഹം അറിയിച്ചു. ഇനി ബാക്കി നമുക്ക് നാളെ. അപ്പോൾ നാളത്തോടു കൂടിയിട്ട് നമ്മൾ ഈ ഒരു അധ്യായം ഇവിടെ അവസാനിക്കും. അപ്പം നാളെ നമുക്ക് ഈ ഒരു കുറച്ച് ശ്ലോകം കൂടിയുള്ളൂ. അപ്പോൾ അതോടുകൂടി 22ാമത്തെ അധ്യായം അവരുടെ വിവാഹകർമ്മങ്ങൾ നമ്മൾ കാണുകയാണ് ഈ ഒരു അധ്യായത്തിലൂടെ.